മറ്റൊരു വാർത്തയിലേക്ക് കേരളത്തിലേക്ക് കടക്കുന്നു. ഇതര സംസ്ഥാനക്കാരിയായ യുവതി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രസവിച്ചു. സെക്കന്ദരാബാദിലേക്ക് പോകാനായി എത്തിയ ജസന ബീഗമാണ് റെയിൽവേ സ്റ്റേഷനിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. യുവതിയെയും കുഞ്ഞിനെയും തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ജെയ്സൺ ചാമവളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു. തൃശൂരിൽ നിന്ന് ജെയ്സൺ, തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു യുവതിയും കുഞ്ഞും സുരക്ഷിതരായി തന്നെ ആശുപത്രിയിലെത്തിയോ? ഇവരുടെ പ്രസവ തീയതി അടുത്തിരുന്നതാണോ? ബന്ധുക്കളൊപ്പം ഉണ്ടായിരുന്നോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജയ പാർവതി, ഏകദേശം 10:30 തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു പ്രസവം എടുക്കുന്നതിന് സാക്ഷിയായത്. ആ പ്രസവം എടുക്കുന്നതിൻ്റെ വലിയ ഒരു നിര, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന വലിയ സംരക്ഷണം ഒരുക്കുന്നതാണ്. അവർക്ക് ആദ്യം ഒരു ആശങ്ക തോന്നിയിരുന്നു, പക്ഷേ പിന്നീട് ആശങ്ക മാറി ഒരു സന്തോഷത്തിന് വഴിമാറി. അതാണ് നമ്മളോടിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരുണ്ട്. എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? എങ്ങനെയൊക്കെ അതിൻ്റെ നടപടികളായിരുന്നു? 10:30 മണിയോടെ നമ്മൾ PF പെട്രോൾ ഡ്യൂട്ടി നോക്കിയപ്പോൾ ഞങ്ങളുടെ സ്റ്റാഫുകൾ SA സാർ, മനോജ് സാർ, SA ജയകുമാർ സാർ, PF ഡ്യൂട്ടി ശ്രീരാജ്, GD സാർ, ഞങ്ങൾ ഡ്യൂട്ടി എവിടെയൊക്കെ എടുക്കുന്ന കണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഇവിടെ കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പെട്രോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്റ്റാഫ് വന്ന് പറയാണ്, ആൾക്കാർ ട്രാവലേഴ്സ് പറയാണ് അവിടെ സ്ത്രീ സുഖമില്ലാണ്ട് കണ്ട് ഗർഭിണിയാണ് തോന്നുന്നു, അത് പ്രസവവേദനയാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ സ്ത്രീക്ക് പ്രസവവേദനയാണ്. അതിന് ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി GRPFയും സാർമാരൊക്കെ വിളിച്ച്, ക്ലീനിങ് സ്റ്റാഫ് അവരൊക്കെ കൂടി വിളിച്ച് നോക്കിയപ്പോൾ പ്രസവത്തിൻ്റെ ആണെന്ന്. അപ്പോൾ ഞങ്ങൾ വേഗം ഉടനടി സ്റ്റേഷൻ മാനേജറെ വിളിച്ച് ആംബുലൻസൊക്കെ റെഡിയാക്കി. ആംബുലൻസ് ഇവിടെ എത്തുന്ന മുന്നേ സ്ത്രീ പ്രസവിച്ചു. ഞങ്ങൾ അതിനെ ഡ്രസ്സൊന്നുമില്ല, ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളുടെ സ്റ്റാഫുകൾ പോയി കത്രിക ഒക്കെ, ആ സൂറ ചേച്ചി വന്ന് കത്രിക എടുത്ത് പൊക്കിൾ കൂടി മുറിച്ച് അത് തുടച്ച് ഞങ്ങൾക്ക് തന്നു. ഇതിനു മുൻപ് കുറച്ച് നാൾ മുൻപ് KSRTC ബസ്സിലൊരു പ്രസവം നടന്നിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നോ? ഈ സമയത്ത് ആ ലേഡി നല്ല ആരോഗ്യവതിയായിരുന്നു, അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു കോംപ്ലിക്കേഷൻസും ഉണ്ടായിട്ടില്ല. പക്ഷേ കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു, കുഞ്ഞിനും ഒരു കുഴപ്പമില്ല. പ്രസവിച്ച ഉടനെ കുഞ്ഞ് കരഞ്ഞു, അതുകൊണ്ട് നമുക്കും മനസ്സിലായി കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ആംബുലൻസ് വന്നു. ആംബുലൻസിൽ അപ്പോൾ തന്നെ പൊക്കിൾക്കോടി മുറിച്ച് ആംബുലൻസിൽ പറഞ്ഞയച്ച് GHലേക്ക് അയച്ചു. ഇത് റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റ് ഇതിന് മുൻപ് ഉണ്ടായി? Before that, this one in my time is first incident, and then very good incidents to be secure a baby girl here. ഇതിനുള്ള പ്രിക്കോഷൻസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ സംഭവങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതൊരു എക്സ്പീരിയൻസ് ആണ് സത്യത്തിൽ. ഒരു മെഡിക്കൽ ഒരു സപ്പോർട്ട് ഈ രീതിയിൽ റെയിൽവേ സ്റ്റേഷനുകൾക്ക് വേണ്ടതല്ലേ? No, railway hospitals are there, but such type of cases are rare. So our doctors also here, but in Thrissur government hospitals ambulance also very good facilities. So immediately we'll call at a time they come. But unfortunately before the lady delivered a baby girl. ഇപ്പോൾ ഇതിനകത്ത് ഇവരെ ബന്ധുക്കൾ ആരെങ്കിലും കൂട്ടുണ്ട്? എന്തായിരുന്നു കുട്ടി? സ്ത്രീ ഒറ്റയ്ക്കായിരുന്നു? ഇല്ല, ഒരു 2 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടി മാത്രം കൂടി ഉണ്ടായിരുന്നത്. ഭർത്താവ് മലപ്പുറത്താന്ന് പറഞ്ഞു. ഭർത്താവിനെ നമ്മൾ ഇൻഫോം ചെയ്തു, ആൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വേറെ ആരും കൂടി ഉണ്ടായിരുന്നില്ല. ഈ കൊച്ചുകുട്ടിയും കൊണ്ട് ഇങ്ങനെ വളരെ റിസ്കി അല്ലേ ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ വരിക? ആ 2 വയസ്സുകാരൻ്റെ അവസ്ഥയും കൂടെ ഒന്ന് ഒരു മാനസികാവസ്ഥ ഭയങ്കരമായിരിക്കും. തീർച്ചയായും. എങ്ങനെ ഇവരിവിടെ എത്തി എന്നുള്ളതാണ് നമ്മുടെ അത്ഭുതം. ഈ സ്റ്റെപ്പ് കയറി, അപ്പുറത്തുനിന്ന് സ്റ്റെപ്പ് കയറിയിട്ടാണ് ഇപ്പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ തളർന്നിട്ട് അവിടെ കിടന്നിട്ടുള്ളതാണ് പയ്യാണ്ടായിട്ട്. എന്തായാലും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ എന്താ സ്ഥിതി? അവരെ ഏറ്റവും അപ്ഡേഷൻ സ്ത്രീയും കുട്ടിയും വളരെ നല്ല രീതിയിലാണുള്ളത്. നമ്മുടെ തന്നെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ്റെ ഒരു പ്രതിനിധി അവിടെ ഹോസ്പിറ്റലിലുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. സുഖമായിട്ടിരിക്കുന്നു രണ്ടുപേരും, അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. ഇത്തരത്തിൽ 2 എക്സ്പീരിയൻസ് ഉള്ള ഒരു ചേച്ചി നമ്മുടെ ഇതിന് മുൻപ് നമ്മുടെ സ്റ്റാഫായിരുന്നു എടുത്തത്. അത് ക്ലിനിക് സ്റ്റാഫ് തന്നെയാണ്. അവർ സൂറാബി പറഞ്ഞ അവർ വീട്ടിൽ പോയി. അതുകൊണ്ട് അവരാണ് ഇതിന് മുമ്പ് ട്രെയിനിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു ഇതെന്ന് പറഞ്ഞിട്ട് അവരെടുത്തിട്ടുണ്ട്. അതേപോലെ ആ നേരത്തും ഭാഗ്യം കൊണ്ട് അവർ ഉണ്ടായി. അതുകൊണ്ട് എല്ലാവരും ടെൻഷൻ, ആർക്കും എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അവരുള്ളതുകൊണ്ട് അത് നീറ്റായി ചെയ്തു, വേഗം ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ സാധിച്ചു. ആദ്യം ഒരു ആശങ്ക തോന്നിയിരുന്നു? അതെന്താ? ഞങ്ങൾ ആദ്യം പേടിച്ചു. ആംബുലൻസ് വരുന്ന സമയം ഗ്യാപ്പും അപ്പോഴേക്കും കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. ഇവർ ഒരു ചുരിദാറാണ് ഇട്ടുണ്ടായിരുന്നത്. പിന്നെ ചുരിദാറിൻ്റെ പാൻറ്റ് മാറ്റി കുഞ്ഞിനെ വേഗം ആ ക്ലീനിങ് ചേച്ചി പൊക്കിൾ കൂടി കട്ട് ചെയ്തു. നമ്മൾ ആ കുട്ടീനെ പെട്ടെന്ന് പൊതിഞ്ഞെടുത്ത് വേഗം ആംബുലൻസിൽ കയറ്റി ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി. എല്ലാം നന്നായി.
ഏതായാലും ആദ്യമുണ്ടായ ഒരു ആശങ്ക മാറി, ഒരു ആശ്വാസം, അതുപോലെ തന്നെ സന്തോഷം. ഒരു വളരെ സുരക്ഷിതമായി അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ കഴിയുന്നു. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒബ്സർവേഷനാണ്. അത് കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കൾ, ഭർത്താവ് ഉൾപ്പെടെയുള്ളവർ വരും. അതിനുശേഷം അധികം ദിവസം കഴിയാതെ ഡിസ്ചാർജ് ആവുമെന്നാണ് പറഞ്ഞത്. അതിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു സുഖപ്രസവത്തിന് വേദിയായി എന്നതാണ് മറ്റൊരു കാര്യം. സുജയ, ജെയ്സൺ ചാമ്പോളപ്പിൽ ഇവർ ഇപ്പോൾ ആശുപത്രിയിലാണ്. ഇവരുടെ ഭർത്താവ് മലപ്പുറത്താണ് എന്നാണ് ജെയ്സൺ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നോ? അതായത് ഇത്രയും ദീർഘദൂര യാത്രയ്ക്കുള്ള ഒരു ആരോഗ്യസ്ഥിതിയിലൊക്കെ ആയിരുന്നോ അവർ? അതിലാണ് ഇപ്പോൾ ഒരു ചെറിയൊരു കൊച്ചുകുട്ടി, നമുക്ക് ഇവർ തന്നെ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ 2-3 വയസ്സുള്ള ഒരു കുട്ടിയുമായി പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ വരികയാണ്. അതൊരു സത്യത്തിലൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഇത്തരം റെയിൽവേ സ്റ്റേഷൻ പോലുള്ള സ്ഥലത്തേക്ക് ഇത്രയും പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ ഇപ്പോൾ നമുക്ക് വരുമ്പോൾ, ഒരു കൊച്ചുകുട്ടി മാത്രമായിട്ട് വരുമ്പോൾ ഉണ്ടാകാവുന്ന മുഴുവൻ അസ്വസ്ഥതകളും ആശങ്കകളും ഒരുപക്ഷെ ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ആശങ്ക ആദ്യഘട്ടത്തിലൂടെ ഉദ്യോഗസ്ഥർക്കും ഉണ്ടായി എന്നാണ് ഇപ്പോൾ അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ അതേസമയം ആശങ്കയ്ക്കപ്പുറത്ത് എത്രയും പെട്ടെന്ന് ഇടപെടൽ ഉണ്ടാകേണ്ട ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥ പറഞ്ഞത് പെട്ടെന്ന് തന്നെ പൊക്കിൽ കൂടി മുറിച്ചു മാറ്റി വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു സുഖപ്രസവം, അതായത് അമ്മയ്ക്കും കുഞ്ഞിനും കാര്യമായ ഒരു അബദ്ധമൊന്നുമില്ലാതെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ മാറ്റാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ആശ്വാസം. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നാം ഇതുപോലെ തന്നെ മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്ത് KSRTC ബസ്സിലായിരുന്നു അത്തരത്തിലുള്ള ഒരു സ്ത്രീക്ക് പ്രസവവേദന വരികയും KSRTC ബസ് അമല ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പ്രസവം നടക്കുകയും ചെയ്ത അതും ഒരു ശുഭകരമായ ഒരു കാര്യമായിരുന്നു. പക്ഷേ ഒരു സ്ഥലം അത്ര പ്രധാനപ്പെട്ടതല്ലെങ്കിൽ പോലും സുഖകരമായ പ്രസവം നടത്തി. അതുപോലെ മറ്റൊരു സംഭവം കൂടിയാണ് നമുക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞത്. രാവിലെ 10:30 കൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. ഇതിൻ്റെ എസ്കലേറ്ററിൻ്റെ അടുത്തുള്ള സ്റ്റെപ്പിന് താഴെ തളർന്ന് കിടക്കുകയായിരുന്നു ഈ സ്ത്രീ. അപ്പോഴാണ് പോലീസ് പെട്രോളിംഗ് നടത്തുന്നതിനിടയിൽ ഒരു തളർന്നു കിടക്കുന്ന സ്ഥിതി കണ്ടത്. ഉടൻ തന്നെ പോലീസ് എത്തി വിശദമായ അവരെ നോക്കിയപ്പോൾ അവർ ഗർഭിണിയാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. തുടർന്നാണ് അവരെ മറ്റ് ഹോസ്പിറ്റലിലേക്ക് അറിയിക്കുകയും ആംബുലൻസ് എത്തുന്നതിന് മുമ്പ് തന്നെ അവരുടെ പ്രസവം നടക്കുകയുമായിരുന്നു. ഏതായാലും ഒരു സന്തോഷവും ആശ്വാസവും നൽകുന്ന ഒരു കാര്യമാണ്. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ അവർ ഉള്ളത്. സുജയ, ഓക്കെ, നമുക്ക് വിവരങ്ങളുമായി ഒപ്പം ചേർന്നത് ജെയ്സൺ ചാമ്പോളപ്പിലാണ്. ഇതര സംസ്ഥാനക്കാരിയായ യുവതിയും അവർക്കൊപ്പമുണ്ടായിരുന്ന കുഞ്ഞും ഇപ്പോൾ ആശുപത്രിയിലാണുള്ളത്. മലപ്പുറത്താണ് അവരുടെ ഭർത്താവ് ജോലി ചെയ്യുന്നത്. സെക്കന്ദരാബാദിലേക്ക് പോകുന്നതിനാണ് അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്.